വഖഫ് അധിനിവേശത്തിനെതിരായ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യമായി കൂടുതൽ ക്രിസ്ത്യൻ സഭകൾ രംഗത്തുണ്ട്. ജനുവരി 7-നും 20-നും ആക്സ് എന്ന പേരിൽ ക്രിസ്ത്യൻ കൂട്ടായ്മ മുനമ്പം സമരപ്പന്തൽ ഐക്യദാർഢ്യമായി എത്തും. ഇതോടെ മുനമ്പം സമരത്തിന് പുതിയ രൂപം കൈവരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സുധീഷ് തുടരുന്നുണ്ട്. സുധീഷ്, വിവരങ്ങൾ. നിഖിൽ, ഈ വരുന്ന ചൊവ്വാഴ്ച അതായത് 7-ാം തീയതിയാണ് മഞ്ഞുമ പള്ളിയിൽ നിന്നും ക്രൈസ്തവ കൂട്ടായ്മ, അതായത് പെന്തക്കോസ്ത്, ഓർത്തഡോക്സ്, മർത്തോമ തുടങ്ങിയ വിവിധ സഭകളിൽ നിന്നുള്ളവർ സംയുക്തമായ ആക്സ് എന്ന ഒരു പേരിൽ ഇവിടെ മുനമ്പം സമരപ്പന്തലിലേക്ക് ഐക്യദാർഢ്യവുമായി എത്തുകയാണ്. അതിനുശേഷം 20-ാം തീയതി മുനമ്പം സമരം 100-ാം ദിവസം പിന്നിടുകയാണ്. അപ്പോൾ ആ ദിവസം 100 പേർ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിവിധ ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ രാപ്പകൽ സമരമാണ് അനുഷ്ഠിക്കുന്നത്. 20-ാം തീയതി രാവിലെ 9 മുതൽ 21-ാം തീയതി രാവിലെ 9 വരെയാണ് ഇവരുടെ സമരം. ഈ രീതിയിൽ മുനമ്പം സമരത്തിന് കൂടുതൽ പിന്തുണയുമായി ക്രൈസ്തവ സഭകളുടെ ഒരു ഏകോപനം ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ ഇവർ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്, ഇപ്പോൾ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ ഇതിൻ്റെ ജുഡീഷ്യൽ കമ്മീഷനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ അദ്ദേഹം നൽകുന്ന ആ റിപ്പോർട്ട് അത് പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ എന്ന സംശയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുക, ഇതിൻ്റെ റവന്യൂ അവകാശങ്ങളടക്കം പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നത് വരെയും ഈ സമരം തുടരുക എന്നത് തന്നെയാണ് അവരുടെ തീരുമാനം. ഇന്നലെ തന്നെ മനുഷ്യ ചങ്ങല തീർത്തിരുന്നു. 30,000-ത്തിലധികം പേരാണ് അണിചേർന്നത്. വൈപ്പിൻ മുതൽ മുനമ്പം വരെയായിരുന്നു മനുഷ്യ ചങ്ങല. അതിലും നാനാ മതസ്ഥർ ഇതിന് മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യവുമായി ഈ മനുഷ്യ ചങ്ങലയിൽ അണിചേർന്നിരുന്നു. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ വരുന്ന ദിവസങ്ങളിലും സമരത്തിന് കൂടുതൽ ജനപിന്തുണ ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വഖഫ് അധിനിവേശത്തെ എങ്ങനെയും ചെറുക്കുക എന്ന ഒരു പൊതു താല്പര്യം സമൂഹത്തിൽ ഉണ്ടാവുന്നു എന്നതുകൂടി ഇതിൽ എടുത്തു പറയേണ്ടതാണ്. നിഖിൽ, സുധീഷ്, ഒപ്പം തന്നെ ഈ ഒരു സമരം 100-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ദിവസം ഉണ്ടായിരുന്ന അതേ ഇതിൽ തന്നെയാണ് സമരസമിതി ഇപ്പോഴും ഉള്ളത്, 100-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴുള്ളത്, അല്ലേ? നിഖിൽ, ഒരു തരത്തിലും ഈ സമരത്തിൻ്റെ വീര്യം ചോരുന്നില്ല, അതിൻ്റെ വീര്യം വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് ജനപിന്തുണ ഏറുന്നത്. ഇതിനെ ഹൈന്ദവ സംഘടനകൾ, BJP അടക്കമുള്ളവർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള നിരവധി മന്ത്രിമാർ ഈ സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം നൽകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ വലിയ പിന്തുണ കിട്ടുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന, കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, വഖഫ് നിയമ ഭേദഗതി തന്നെയാണ് ഇവർ ഏറ്റവും പ്രധാനമായും ആവശ്യപ്പെടുന്നതും. ആ ഒരു ലക്ഷ്യത്തിലേക്ക് കൂടിയാണ് ഇവരുടെ സമരം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ രീതിയിലുള്ള സമരത്തിന് നാനാ തുറകളിൽ നിന്നുള്ള ജനപിന്തുണ എത്തുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇടതുമുന്നണിയും, അതായത് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഇവരെ അവഹേളിക്കുന്ന തരത്തിൽ, ഇല്ലെങ്കിൽ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുനമ്പം സമരം മുന്നോട്ട് പോകുന്നത് എന്നതും ഏറെ എടുത്തു പറയേണ്ട കാര്യമാണ്. നിഖിൽ.